ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് ടു ഫിസിക്സിൻ്റെ യൂണിറ്റ് 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന യൂണിറ്റിലെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇലക്ട്രിക് ഡൈപോൾ ആണ് കോൺസെപ്റ്റ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് രണ്ട് ചാർജസ് ഉണ്ടായിരിക്കും. ആ രണ്ട് ചാർജ് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കും. ദാറ്റ് സെപ്പറേറ്റഡ് ബൈ small distance. An electric dipole consists of two equal and opposite charges separated by a small distance. That means ഇവിടെ നമുക്ക് ഒരു മൈനസ് ക്യൂ ചാർജ് ഉണ്ട്, പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. അവ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 2a ആണ്. ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജസ് ഉണ്ടായിരിക്കും, സ്മോൾ ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റഡ് ആയിരിക്കും. അതാണ് എന്ത് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. That means ഒരു മൈനസ് ക്യൂ ചാർജ്, ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ്. ദാറ്റ് മീൻസ് ഈക്വൽ ചാർജസ് ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം. ദാറ്റ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് 2a. ദിസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. ദെൻ വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? ഈ ഡൈപോളിൻ്റെ സ്ട്രെങ്ത്തിനെ എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ് എന്ത് ഡൈപോൾ മൊമെന്റ് പി വെക്റ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. And we can call it as its magnitude is the product of the charges and 2aq. Okay, product of charge and small distance between them. Product of charge and the small distance between them. ഒരു ഡൈപോളിൻ്റെ സ്ട്രെങ്ത്തിനെ എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെന്റിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് പി വെക്റ്റർ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു aq എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഇനി ഈ പി എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് വരുന്നത്. സോ നമുക്ക് പി വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു 2aq ഇൻറ്റു പി യൂണിറ്റ് വെക്ടർ എന്ന് നമുക്ക് എഴുതാം. പി യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ക്യൂ ചാർജിൽ നിന്ന് പോസിറ്റീവ് ക്യൂ ചാർജിലേക്കായിരിക്കും ഡയറക്ഷൻ പോയിട്ടുണ്ടായിരിക്കുക. ഇനി അടുത്തത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. ഓൺ ആക്സിയൽ ലൈനും വേണം, ഇക്വറ്റോറിയൽ ലൈനും വേണം. ഓക്കെ, അപ്പോൾ അതിനൊരു ഡെറിവേഷൻ നമുക്ക് പഠിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ആക്സിയൽ ലൈനിൻ്റെ കേസ് നമ്മൾ നോക്കുന്നു. അപ്പോൾ ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു, മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും. ഒരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്തു, ദാറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ 2a. ആൻഡ് ഈ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത് എന്താണ് ആക്സിയൽ ലൈൻ, എന്താണ് ഇക്വറ്റോറിയൽ ലൈൻ എന്നൊന്നും നമ്മൾ പറയാം. അത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ആക്സിയൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു മൈനസ് ക്യൂ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ ദ സ്മോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഒരു ഇലക്ട്രിക് ഡൈപോളാണ്. ഈ രണ്ട് ചാർജുകളെ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതാണ് എന്ത് ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് എന്ത് ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്? ഈ ഒരു കേസിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു ഡയറക്ഷൻ ആയിരിക്കും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന് വരിക. ഇനി ഈ രണ്ട് ചാർജുകൾക്ക് ഇടയിലുള്ള ഒരു സെൻറ്റർ ആണ് O എന്ന് പറയുന്നത്. ഈ ആക്സിയൽ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ലൈനാണ് എന്ത് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിയൽ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് എന്ത് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും. ആക്സിയൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചാർജുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തല്ലോ, ആ ലൈനാണ് ആക്സിയൽ ലൈൻ. ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള സെൻറ്ററിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് എന്ത് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമുക്ക് ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. ഇപ്പോൾ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്
നമ്മൾ പറഞ്ഞു ഇതാണ്, അതായത് -q-ഉം +q എന്ന് പറഞ്ഞ ചാർജുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ഈ ലൈനാണ് ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. ഈ ആക്സിയൽ ലൈൻ നമ്മൾ നീട്ടി വരയ്ക്കുമ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് അടയാളപ്പെടുത്തുന്നു? P എന്നുള്ള പോയിന്റ് അടയാളപ്പെടുത്തുന്നു. ഈ P എന്ന് പറഞ്ഞ പോയിന്റിലുള്ള എന്താണ്? ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് O ആണ്. ഓക്കെ, അപ്പോൾ ഇത് A ആണ്, ഇത് A ആണ്. സെൻറ്ററിൽ നിന്ന് ഒരു ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് A ആണ്. രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് 2A ആയിരിക്കുന്നത്. ഈ സെൻറ്ററിൽ നിന്ന് ഈ P എന്ന് പറഞ്ഞ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r എന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഡൈപോൾ വരച്ചു. ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലത്തിൽ P എന്നുള്ളൊരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ P എന്ന് പറഞ്ഞൊരു പോയിന്റിൽ 2 ചാർജുകൾ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഒന്നാമത് -q ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് E-q എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. +q ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് E+q എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ 2 ഇലക്ട്രിക് ഫീൽഡുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് E-q വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. E-q നെഗറ്റീവ് ചാർജ് മൂലമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഈ സംഭവം നടക്കുന്നത് എയറിലാണ്, വാക്കത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 q ഡിവൈഡ് ബൈ r ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. സോ ഇവിടുത്തെ ചാർജ് -q ആണ്. സോ നമ്മൾ q എന്ന് എഴുതുന്നു. തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് വരും? -q ചാർജ് മൂലമുള്ള ഡിസ്റ്റൻസ് r-ഉം ഈ r-ഉം കൂട്ടണം പ്ലസ് ഈ സ്മോൾ ലെറ്റർ a-യും കൂട്ടണം. അപ്പോൾ അടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r + a-യുടെ സ്ക്വയർ ആയിരിക്കും. ഇവിടുത്തെ -p വെക്ടർ ആയിരിക്കും വരിക, -p യൂണിറ്റ് വെക്ടർ ആയിരിക്കും വരിക, കാരണം നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട്. ഇനി E+q ആണെന്നുണ്ടെങ്കിലോ, +q ചാർജ് മൂലം ഉണ്ടാകുന്നതാണെങ്കിലോ 1/4πε0 q ഡിവൈഡഡ് ബൈ +q എന്ന് പറയുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ r, അതിൽ നിന്ന് ഈ a നമ്മൾ മൈനസ് ചെയ്യണം. സോ r - a-യുടെ ഹോൾ സ്ക്വയർ p യൂണിറ്റ് വെക്ടർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ 2 ഇലക്ട്രിക് ഫീൽഡുകൾ തമ്മിൽ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഇതൊന്ന് ഇവിടെ ഒന്ന് വൃത്തിക്ക് എഴുതാം. E-q which is equal to 1/4πε0 q divided by r plus a all square minus p യൂണിറ്റ് വെക്ടർ. ഡയറക്ഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, minus p യൂണിറ്റ് വെക്ടർ E+q that is equal to 1/4πε0 q divided by r - a-യുടെ ഹോൾ സ്ക്വയർ p യൂണിറ്റ് വെക്ടർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ 2 ഇക്വേഷൻ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഇക്വേഷനുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് E-q എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡും E+q എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. 1/4πε0 എന്നുള്ള ടൈം രണ്ടെണ്ണത്തിലും കോമൺ ആണ്. q എന്നുള്ള ടൈം കോമൺ ആണ്. p വെക്ടർ എന്നുള്ള ടൈം കോമൺ ആണ്. അപ്പോൾ ഈ കോമൺ ആയതൊക്കെ നമ്മൾ ബ്രാക്കറ്റിന് പുറത്ത് എടുത്ത് എഴുതിയിട്ടാണ് ബാക്കി ഈ r + a² r - a² എഴുതുന്നത് കേട്ടോ. സോ ഇലക്ട്രിക് ഫീൽഡ് E വെക്ടർ which is equal to qp വെക്ടർ ഡിവൈഡഡ് ബൈ 4πε0 ബ്രാക്കറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തും 1/r - a-യുടെ ഹോൾ സ്ക്വയർ മൈനസ് 1/r + a-യുടെ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് അവിടെ മൈനസ് വന്നതെന്നറിയോ നിങ്ങൾക്ക്? മൈനസ് വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു -p കിടക്കുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ്? -q ചാർജ് ആയതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ആ മൈനസ് ആണ് ഇവിടെ 1/r + a² എന്നുള്ള ടേമിന് അവിടെ എന്ത് വന്നത്? മൈനസ് വന്നിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കണം. ഓക്കെ, -q ചാർജ് മൂലം ആയതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത്. ഇനി നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? qp വെക്ടർ ഡിവൈഡഡ് ബൈ 4πε0
ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. സോ ആർ പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എയുടെ ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും, ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നു. ക്യൂ പി വെക്റ്റർ ഡിവൈഡഡ് ബൈ 4πε0. ഇതിലെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതിയാൽ ഈ ഒരു ടേമിനെ ആർ പ്ലസ് എ ഹോൾ സ്ക്വയറിനെ, സോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് നമ്മൾ എക്സ്പാൻഷൻ നടത്തുന്നു. ആർ സ്ക്വയർ പ്ലസ് 2r പ്ലസ് എ സ്ക്വയർ. ഇവിടെയോ, ഇവിടെ മൈനസ് ആർ സ്ക്വയർ മൈനസ് 2r മൈനസ് 2r പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ ആർ മൈനസ് എ സ്ക്വയറും ആർ പ്ലസ് എ ഹോൾ സ്ക്വയറാണ്. സോ നമുക്കതിനെ എങ്ങനെ എഴുതാം, ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് ഒരുമിച്ച് എഴുതിക്കൂടെ. കാരണം ആർ മൈനസ് എക്കും സ്ക്വയർ ബാധകമാണ്, ആർ പ്ലസ് എക്കും സ്ക്വയർ ബാധകമാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ നേടി. ഇനി നമ്മൾ ഇവിടെയുള്ള ഈ ഒരു ബ്രാക്കറ്റ് ഒന്ന് കളയാണ് കേട്ടോ. ഇതാ ഈ ബ്രാക്കറ്റ് ഒന്നുകൂടെ നമ്മൾ കളഞ്ഞു. അപ്പോൾ ആ ബ്രാക്കറ്റ് കളയുമ്പോൾ ഈ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആയി, ഇവിടെ എന്തായി, ഈ പ്ലസ് ഉള്ളത് മൈനസ് ആയി. കാരണം ഇവിടുത്തെ ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് ഇവിടെ കിടക്കുന്നുണ്ട്, ഈ മൈനസ്. അതുകൊണ്ട് ആ മൈനസിന് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്തായി, മൈനസ് ഉള്ളത് പ്ലസ് ആയി, പ്ലസ് ഉള്ളത് മൈനസ് ആയി. ഇനി നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, ഈ ആർ സ്ക്വയറും മൈനസ് ആർ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി, പ്ലസ് എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി രണ്ട് ടേം എന്ത് മാത്രമേ ഉള്ളൂ, 2rയും 2rയും. ഓക്കെ, അപ്പം നമുക്കതെടുത്ത് എഴുതിയാലോ. സോ അവർ ഇക്വേഷൻ വിൽ ബി QP വെക്റ്റർ ഡിവൈഡഡ് ബൈ 4πε0 എന്തോന്നു, ഒരു 2ra ഉണ്ട്, അഗെയിൻ പ്ലസ് 2ra, രണ്ട് 2ra വന്നു അല്ലേ. സോ ആക്ച്വലി അത് 4ra ആയിട്ട് മാറും. ഓക്കെ, ഡിവൈഡഡ് ബൈ, ഇവിടെ ഏത് ഫോർമാറ്റിൽ ഇത് കിടക്കുന്നത്, ഈ താഴെയുള്ളത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഓൾ റേസ് ടു 2. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2rയും 2rയും ഒരുമിക്കുമ്പോൾ 4ra എന്നാവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 2 ഇൻറ്റു 2ra എന്ന് എഴുതാം. ഇനി അടുത്തത് ഈ 2aയും ക്യൂവും കൂടി കഴിഞ്ഞാൽ എന്താണ്, 2aq എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡൈപോൾ മൊമെൻ്റ് p ആണ്. ഓക്കെ, ഡൈപോൾ മൊമെൻ്റ് p ആണ്. സോ നമുക്ക് അങ്ങനെ എഴുതാം. ദാറ്റ് മീൻസ് ഈ 2 ഉണ്ട്, ഈ 2ന് ആദ്യം എഴുതി, പിന്നെ p യൂണിറ്റ് വെക്റ്റർ, പിന്നെ ഒരു r ഉണ്ട്, എന്നിട്ട് ഡിവൈഡഡ് ബൈ 4πε0 ഉണ്ട്, r ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരിക. അപ്പോൾ ഇവിടെയുള്ള ഈ 2aqന് പകരം നമ്മൾ p എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു എന്ന് മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം. ഇനി നമ്മൾ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യാണ്. 2a എന്ന് പറയുന്നത് വെരി മച്ച് ലെസ് ദാൻ r ആണ് എന്ന് നമ്മൾ എടുക്കുന്നു. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 2a വെരി മച്ച് ലെസ് ദാൻ r എന്നുള്ളൊരു കണ്ടീഷൻ കൊടുക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്, 2a അത്രയ്ക്കും ചെറുതായതുകൊണ്ട് ഈ a എന്നുള്ള ടേമിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ബാക്കി എന്ത് മാത്രമേ വരുള്ളൂ, ആർ സ്ക്വയർ ഓൾ റേസ് ടു 2 എന്നേ വരുന്നുള്ളൂ. സോ r റേസ് ടു 4 എന്നുള്ള ടേമാണ് താഴെ വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് E വിച്ച് ഇസ് ഈക്വൽ ടു 2pr ഡിവൈഡഡ് ബൈ 2p യൂണിറ്റ് വെക്റ്റർ
r divided by 4 pi epsilon naught r raised to 4 എന്ന് വരും. ഈ ഒരു ആറും ഇതിലൊരു ആറും ക്യാൻസലായി പോയി കഴിഞ്ഞാൽ താഴെ ആർ ക്യൂബ് വരും. പി യൂണിറ്റ് വെക്ടറിനെ നമുക്ക് പി വെക്ടർ എന്ന് വിളിക്കാം. പി യൂണിറ്റ് വെക്ടറിനെ നമുക്ക് എന്ത് വിളിക്കാം? പി വെക്ടർ എന്ന് വിളിക്കാം. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഈ പി വെക്ടറിന് പി യൂണിറ്റ് വെക്ടറിന് പകരം ഞാനിവിടെ എന്ത് വിളിക്കുന്നു? പി വെക്ടർ എന്ന് വിളിച്ചു. ഇവിടുത്തെ ഒരു ആറ് പോയി, ഇവിടുത്തെ r raised to 4 എന്നുള്ളത് എന്തായിട്ട് മാറി? ആർ ക്യൂബായിട്ട് മാറി. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം 2p വെക്ടർ ഡിവൈഡഡ് ബൈ 4 pi epsilon naught r ക്യൂബ് എന്ന് വന്നു. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഓൺ ദി ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഡൈപോൾ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by r ക്യൂബ് ആണ്. അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയാം. ഇപ്പം നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സിയൽ ലൈനാണ് കണ്ടുപിടിച്ചത്. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇക്വറ്റോറിയൽ ലൈനിലുള്ളതും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി എന്താണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്? ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ ഇങ്ങനെ ഒരു ലൈൻ പോയിരിക്കുന്നുണ്ടല്ലോ, ഇതാണ് ഇത് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഈ ഇക്വറ്റോറിയൽ ലൈനിൽ ഇവിടെ നമ്മൾ പി എന്നുള്ളൊരു പോയിന്റ് എടുത്തു. ആ പി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇതിൻ്റെ ഡിസ്റ്റൻസ് എ, ഇതിൻ്റെ ഡിസ്റ്റൻസ് എ. ഈ സെൻറ്ററിൽ നിന്ന് ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഈ മൈനസ് ക്യൂ ചാർജ് മൂലമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഈ പോയിന്റിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പ്ലസ് ക്യൂ ചാർജ് മൂലം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മൈനസ് ക്യൂ ചാർജ് മൂലം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അപ്പോൾ മൈനസ് ക്യൂ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മൈനസ് ക്യൂ ചാർജ് ആകുമ്പോൾ ഫ്രം ദി ഇൻഫിനിറ്റി വരെയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മൈനസ് ക്യൂ ചാർജിൻ്റെ നേരെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇനി ഈ പ്ലസ് ക്യൂ എന്ന് പറയുമ്പോഴോ ടു ദി ഇൻഫിനിറ്റി പോവുകയാണ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ ഇതെങ്ങോട്ടേക്ക് വരും? ഇതാ ഈ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയായിരിക്കും വരിക. ഇവിടെ ഉണ്ടോ ഈ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും. ഇനി ഇതിനെ നമ്മളൊന്ന് റിസോൾവ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇവിടെ ഒരു കമ്പോണൻറ്റ് നമ്മൾ എടുക്കുന്നു. ഇനി ഇവിടെ നമ്മൾ തീറ്റ എന്നുള്ളൊരു ആംഗിൾ അടയാളപ്പെടുത്തി, ഇവിടെയും തീറ്റ എന്നുള്ളൊരു ആംഗിൾ അടയാളപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും? ഈ പ്ലസ് ക്യൂവിൻ്റെ ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ ആയിരിക്കും. എന്തായിരിക്കും? ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ ആയിരിക്കും. ഇവിടെ ഈ മൈനസ് ക്യൂവിൻ്റെ എന്തായിരിക്കും? ഈ മൈനസ് ക്യൂ കോസ് തീറ്റ ആയിരിക്കും. ഈ ഒരു സൈഡ് എന്തായിരിക്കും? ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ ആയിരിക്കും. ഇവിടെ ഈ മൈനസ് ക്യൂ കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റ ആയിരിക്കും, ഇവിടെ ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ ആയിരിക്കും. ഇപ്പം നമ്മൾ അത് ഞാനിവിടെ വേണമെങ്കിൽ ഒന്ന് സൈഡിൽ വരച്ച് കാണിക്കാം നിങ്ങൾക്ക്. നമ്മുടെ ഇ ക്യൂ എന്ന് പറയുന്നത്, ഈ മൈനസ് ക്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ഇതുമാണ്. ഇവിടെയാണ് നമ്മുടെ പി എന്നുള്ള പോയിന്റ്. അപ്പം ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തീറ്റ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സോ ഈ തീറ്റയ്ക്ക് സൈഡിലുള്ള അത് അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും കോസ് തീറ്റ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റയാണ്. ഇവിടെ എന്താണ്? ഇ മൈനസ് ക്യൂ കോസ് തീറ്റയാണ്. ഇതിൻ്റെ എതിരെ ഉള്ളത് എന്ന് പറയുമ്പോൾ ഇവിടെ ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ കമ്പോണൻ്റ് വരും. അതേപോലെ തന്നെ ഇതിന് നേരെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഇ മൈനസ് ക്യൂ സൈൻ തീറ്റ കമ്പോണൻറ്റും വരും. അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചിത്രം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഓരോ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത് നോക്കാം. ഈ മൈനസ് ക്യൂ എന്ന് പറയുമ്പോൾ വൺ ബൈ 4 pi epsilon naught ക്യൂ ഡിവൈഡഡ് ബൈ ആ ഒരു ഡിസ്റ്റൻസ് എന്താ വരിക? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് നമുക്കറിയാം 6 ആണെന്നുള്ളത്.
ഈ ക്യൂ എന്ന് പറഞ്ഞ ചാർജിൽ നിന്ന് പി എന്ന് പറഞ്ഞ ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ് നമ്മൾ കാണേണ്ടതായിട്ട് വരിക. അപ്പം എന്ത് വരും? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളത് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ എന്താണ് ഈ പ്ലസ് ക്യൂ ചാർജ് മൂലം ഉണ്ടാകുന്നതും 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരും. അപ്പോൾ ഇത് രണ്ടെണ്ണം ഇക്വേഷൻ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ഇ മൈനസ് ക്യൂ ഈക്വൽ ടു ഇ പ്ലസ് ക്യൂ ഈക്വൽ ടു ഇ ക്യൂ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇ ക്യൂ എന്ന് നമുക്ക് വിളിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മളൊരു വെക്റ്റർ റിസോൾവ് ചെയ്തിരുന്നല്ലോ. ആ റിസോൾവ് ചെയ്തതിനെ ഇ എന്താണെന്നുള്ളതൊന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു കമ്പോണൻറ്റ് ഇതിൽ രണ്ടെണ്ണം ഉണ്ടല്ലേ, ഈ പ്ലസ് ക്യൂ കോസ്റ്റിറ്റി ഉണ്ട്, ഈ മൈനസ് ക്യൂ കോസ്റ്റിറ്റി ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കിട്ടും. സോ ഇ വിച്ച് ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ക്യൂ കോസ്റ്റിറ്റ പ്ലസ് ഇ മൈനസ് ക്യൂ കോസ്റ്റിറ്റ. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഇ പ്ലസ് ക്യൂം ഇ മൈനസ് ക്യൂ എന്താണെന്ന് ഇ ക്യൂ ആയിട്ടാണ് എടുക്കുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു ഇതും ഇ ക്യൂ ആയിട്ട് എടുത്തു, ഇതും ഇ ക്യൂ ആയിട്ട് എടുത്തു. സോ 2 ഇ ക്യൂ കോസ്റ്റിറ്റ എന്ന് നമുക്ക് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെ ഇ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും സെയിം ആണല്ലേ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എഴുതാം. സോ 1/2 ഇൻറ്റു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ്റ്റിറ്റ. ഇനി ഇതിലെ കോസ്റ്റിറ്റ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. കോസ്റ്റിറ്റ എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ്റ്റ് ടു 1/2 ആണ് വരിക. അത് നമ്മുടെ ഈ ഇക്വേഷനിലെ കോസ്റ്റിറ്റയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ്റ്റ് ടു 1/2 വരും. ഓക്കെ, ഇനി നമുക്ക് 2 ക്യൂ എ എന്നുള്ളതിന് നമുക്ക് പി എന്ന് വിളിക്കാം. ഡൈപോൾ മൊമെൻറ്റ് പി എന്ന് വിളിക്കാം. ഇനി ഇവിടെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ്റ്റ് ടു 1 ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട്. 1 + 1/2 എന്ന് പറയുമ്പോൾ 3/2 എന്ന് നമുക്ക് വിളിക്കാം. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ 4πε0 ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ്റ്റ് ടു 3/2 എന്ന് വരും. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. 2a വെരി മച്ച് ലെസ് ദാൻ r എന്നുള്ളത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇ വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു പി വെക്റ്റർ ഡിവൈഡഡ് ബൈ 4πε0. ഇവിടെ എന്ത് വരും? 2a എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാന്ന് പറയുമ്പോൾ ഈ a എന്നുള്ള ടൈമിൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ബാക്കി ആർ സ്ക്വയർ ഓൾ റേസ്റ്റ് ടു 3/2 ആണ് ഇവിടെ വരിക. അപ്പോൾ എന്തുണ്ടായി? 3/2 വരുമ്പോൾ ഈ 2ഉം ക്യാൻസലായി പോകുമ്പോൾ r³ എന്ന് വരും. ഇവിടെയും ഡിസ്റ്റൻസിൻ്റെ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു നെഗറ്റീവ് സൈൻ വരും. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈ കമ്പോണൻറ്റ് കിടക്കുന്നത് മൈനസ് ക്യൂ ചാർജിൻ്റെ സൈഡിലാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റ് കിടക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ ഡൈപോൾ മൊമെൻറ്റും തമ്മിൽ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റ് തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് എഴുതുന്നു? ഒരു നെഗറ്റീവ് സൈൻ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് പി വെക്റ്റർ ഡിവൈഡ് ബൈ 4πε0 r³ എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും എന്താണ്? ഡിസ്റ്റൻസിൻ്റെ ക്യൂബിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഡെറിവേഷൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.